നമസ്കാരം. ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും നോക്കാം. ആദ്യം മലയാള മനോരമ. മലയാള മനോരമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ലഭിച്ചിട്ടുള്ളത് രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾക്കാണ്. ഒന്ന്, ഗാസ 15 മാസത്തെ യുദ്ധത്തിന് വിരാമം, വെടിനിർത്തൽ കരാർ ഞായറാഴ്ച പ്രാബല്യത്തിൽ വരും എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയാണ്. ഗസ വെടിനിർത്തൽ കരാർ ഇസ്രയേലും ഹമാസും അംഗീകരിച്ചു. 15 മാസം പിന്നിട്ട് യുദ്ധം അവസാനിപ്പിക്കാൻ യുഎസിൻ്റെ നേതൃത്വത്തിൽ ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും മധ്യസ്ഥതയിൽ ദോഹയിൽ ഒരാഴ്ചയിലേറെ നീണ്ട മധ്യസ്ഥ ചർച്ചകളാണ് വിജയം കണ്ടത്. വെടിനിർത്തൽ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ തെക്കൻ ഗസയിലെ ഖാൻ യുനിസിൽ ആഹ്ലാദ പ്രകടനം നടത്തുന്നവരുടെ ചിത്രം അതിനോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. ഇടതുഭാഗത്തായി വനം നിയമ ഭേദഗതി പ്രതിഷേധത്തിനൊടുവിൽ സർക്കാർ പിന്മാറി, വനത്തിൽ മനം മാറ്റം എന്നുള്ളതാണ് ആ വാർത്തയുടെ തലക്കെട്ട്. ഒരു കാർട്ടൂൺ നൽകിയിരിക്കുന്നു. പിണറായി വിജയൻ്റെ ഒരു കാർട്ടൂണാണ് നൽകിയിട്ടുള്ളത്. അദ്ദേഹം കാട്ടുതീ അണയ്ക്കുന്ന ഒരു കാർട്ടൂൺ. കെടുത്തിയത് നന്നായി, എല്ലാം ചാരമായനെ എന്ന് അതിൽ ഒരു സംഭാഷണം പറയുന്നു. ഫിനിക്സ് വാഴ്ത്തുപാട്ട് എന്നുള്ള ഒരു കടലാസുണ്ട് താഴെ കിടക്കുന്നതായി കാർട്ടൂൺ കാണിക്കുന്നുണ്ട്. അതായത് വനം ഉദ്യോഗസ്ഥർക്ക് വിപുലമായ അധികാരങ്ങൾ നൽകുന്ന വനം നിയമ ഭേദഗതി സർക്കാർ ഉപേക്ഷിച്ചു. പ്രതിപക്ഷവും കർഷക സമുദായ സംഘടനകളും ആശങ്കയും പ്രതിഷേധവും അറിയിച്ചതിനെ തുടർന്നാണിത്. ഏത് നിയമവും മനുഷ്യർക്ക് വേണ്ടിയാവണമെന്നും ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി തീരുമാനം അറിയിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാക്കുകളതിനോടൊപ്പം കോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വിവാദ വ്യവസ്ഥകൾ ഓരോന്നും മലയാള മനോരമ ചൂണ്ടിക്കാട്ടുന്നു. വനം ഉദ്യോഗസ്ഥർക്ക് പോലീസ് ഉദ്യോഗസ്ഥരുടേതിന് തുല്യമായ അധികാരം. വനം കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടതായി സംശയിക്കുന്നവരെ മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവില്ലാതെയോ വാറണ്ടില്ലാതെയോ അറസ്റ്റ് ചെയ്യാം, തടങ്കൽ വയ്ക്കാം. വനം കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടതായി സംശയിക്കുന്നവർ സ്വന്തം പേരും താമസ സ്ഥലവും വെളിപ്പെടുത്താൻ വിസമ്മതിച്ചാൽ പോലും നടപടി നേരിടും എന്നുള്ള അടക്കമുള്ള ചില വിവാദ വ്യവസ്ഥകൾ മനോരമ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം സ്മൃതി മധുരം എന്ന തലക്കെട്ടോടുകൂടി രാജ്യാന്തര ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഏകദിന ടോട്ടൽ കുറിച്ച് വനിതാ ടീം. അയർലൻഡിനെതിരെ നടന്ന 3-ാം ഏകദിനത്തിൽ ഇന്ത്യ വനിതാ ക്രിക്കറ്റ് ടീം 50 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത് 435 റൺസ് എന്നുള്ള കായിക പ്രധാനപരമായ ഒരു വാർത്ത മലയാള മനോരമ ആദ്യ പേജിൽ തന്നെ നൽകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കാട്ടാനക്കലിയിൽ ഒരു ജീവൻ കൂടി, ആദിവാസി വീട്ടമ്മ കൊല്ലപ്പെട്ടു എന്ന വാർത്ത. മലപ്പുറം ജില്ലയിലെ 10 ദിവസത്തിൻ്റെ രണ്ടാമത്തെ മരണം നടക്കുന്നത്. സരോജിനി എന്നുള്ളതാണ് ആ മരണപ്പെട്ട വനിതയുടെ പേര്. അവരുടെ ചിത്രത്തിനോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. വളർത്തുമൃഗങ്ങളെ തീറ്റാൻ കാട്ടിൽ കയറി ആദിവാസി വീട്ടമ്മ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. മുത്തയേടം ഉച്ചംകുളം നഗറിലെ കരിയൻ്റെ ഭാര്യ സരോജിനിയാണ് കൊല്ലപ്പെട്ടത്. മറ്റു പ്രധാനപ്പെട്ട വാർത്ത, പിതാവിനെ മക്കൾ സമാധിയിലെത്തിയ സംഭവം അന്വേഷണം തടയാനാവില്ലെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഗോപൻ സ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റും കോടതി ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നെയ്യാറ്റിൻകരയിൽ പിതാവിനെ മക്കൾ സമാധിയിലെത്തിയെന്ന സംഭവത്തിൽ കല്ലറ തുറന്ന് പരിശോധിക്കുവാനുള്ള RDയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. സമാധിയായെന്ന് പറയപ്പെടുന്ന ഗോപൻ സ്വാമിയുടെ ഭാര്യ സുലോചന RD ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അന്തിമ വിധി അനുസരിക്കും കുടുംബം എന്ന് കുടുംബവും പറഞ്ഞിട്ടുണ്ട്. കുഞ്ചുകുറുപ്പ് എന്ന കാർട്ടൂൺ പരമ്പരയിൽ ഞങ്ങളാരും വ്യക്തിപൂജയ്ക്ക് നിന്നു കൊടുക്കില്ല എന്ന് പിണറായി. പാട്ട് കേൾക്കുമ്പോൾ ആരാണ് തലയാട്ടാത്തത് എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. അടുത്തത് ദീപികയാണ്. ദീപികയിൽ ഗസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട്. ഗസയിൽ വെടിനിർത്തൽ കരാർ ഇസ്രയേൽ ഹമാസും അംഗീകരിച്ചു എന്നുള്ള വാർത്തയാണത്. ഒടുവിൽ പിന്മാറ്റം എന്ന തലക്കെട്ടോടുകൂടി വനം നിയമം റദ്ദാക്കിയ വാർത്തയും ദീപിക നൽകുന്നു. വന നിയമ ഭേദഗതി ബില്ലില്ലെന്ന് മുഖ്യമന്ത്രി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട തലക്കെട്ട്. മറ്റൊരു കൗതുകകരമായ വാർത്ത, റോബോട്ടിക് മ്യൂൾ എന്ന തലക്കെട്ടോടുകൂടി കരസേനാ ദിനത്തോടനുബന്ധിച്ച് പൂന ഖഡ്കി ബോംബെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ആൻഡ് സെൻട്രൽ അവതരിപ്പിക്കപ്പെട്ട മ്യൂൾ മൾട്ടി യൂട്ടിലിറ്റി ലെഗ് എക്യുപ്മെൻറ്റ് റോബോട്ട്. നായകളോട് രൂപസദൃശ്യമുള്ള ഇവ ദുർഘടമായ പാതകളിൽ സൈന്യത്തെ നയിക്കും. റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന 4 കാലുകളുള്ള ഇവയ്ക്ക് കമ്പ്യൂട്ടർ ഡിസ്പ്ലേ യൂണിറ്റും AI തെർമൽ ക്യാമറ സെൻസറുകളും ഉൾപ്പെടെ നിരവധി സജ്ജീകരണങ്ങളുണ്ട്. മറ്റു പ്രധാനപ്പെട്ട വാർത്ത, ജുഡീഷ്യറിക്ക് മുകളിൽ പറക്കാൻ നോക്കണ്ട, ബോബി ചെമ്മണ്ണൂരിനെ കുടഞ്ഞ് ഹൈക്കോടതി. ജാമ്യം ലഭിച്ചിട്ടും ജയിലിൽ നിന്ന് ഇറങ്ങാൻ കൂട്ടാക്കാതെയുള്ള ബോബി ചെമ്മണ്ണൂരിന്റെ നാടകക്കളിയിൽ അസാധാരണ ഇടപെടലുമായി ഹൈക്കോടതി. 3 തവണ കേസ് പരിഗണിച്ച കോടതി ബോബിക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് നടത്തിയത്. ഒടുവിൽ ബോബിയുടെ നിരുപാധിക മാപ്പപേക്ഷ കണക്കിലെടുത്ത് ജാമ്യം റദ്ദാക്കലടക്കം തുടർ നടപടികളിലേക്ക് കടക്കാതെ വിഷയം കോടതി അവസാനിപ്പിച്ചു. ഭാഗവതത്തിന്റെ സ്വാതന്ത്ര്യ പ്രസ്താവന രാജ്യദ്രോഹമെന്ന് രാഹുൽ. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയോടെയാണ് ഇന്ത്യക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന് RSS മേധാവി മോഹൻ ഭാഗവതിൻ്റെ പരാമർശം രാജ്യദ്രോഹമാണെന്നും ഓരോ ഇന്ത്യക്കാരനെയും അപമാനിക്കുന്നതാണെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. നയപ്രഖ്യാപനത്തോടെ നിയമസഭാ സമ്മേളനത്തിന് നാളെ തുടക്കം. ഫെബ്രുവരി 7 ബജറ്റ് അവതരണമെന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നുണ്ട് ദീപിക ആദ്യ പേജിൽ തന്നെ. അടുത്തത് കേരള കൗമുദിയാണ്. ഗസയിൽ വെടിനിർത്തൽ സമാധാന പ്രതീക്ഷയിൽ ലോകം എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള വാർത്ത
നൽകുന്നു. ഇതുവരെയുള്ള മരണം, മറ്റു വിവരങ്ങൾ, ബന്ദികളായവർ, അവരുടെ കണക്കുകളെല്ലാം കേരള കൗമുദി ആദ്യ പേജിൽ തന്നെ അതിനോടൊപ്പം തന്നെ നൽകുന്നുണ്ട്. ഇസ്രായേൽ നടുങ്ങിയ ഒക്ടോബർ 7 എന്ന തലക്കെട്ടോടുകൂടി അതുമായി ബന്ധപ്പെട്ട മറ്റ് വാർത്തകളും അതിനോടൊപ്പം കൊടുക്കുന്നു. വനം നിയമ ഭേദഗതി സർക്കാർ ഉപേക്ഷിച്ചു എന്ന വാർത്ത കേരള കൗമുദി ഇടതുഭാഗത്ത് വലിയ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. സമാധി സ്ഥലം ഇന്ന് പൊളിക്കും, ഗോവിന്ദ് സ്വാമിക്ക് പോസ്റ്റ്മോർട്ടം എന്ന വാർത്തയ്ക്ക് കേരള കൗമുദി ആദ്യ പേജിൽ ഇടതുഭാഗത്ത് വലിയ പ്രാധാന്യം നൽകുന്നു. ഫാർമസിസ്റ്റുകൾക്ക് ആശ്വാസം 250 തസ്തിക അനുവദിക്കും, ദുരിതം കേരള കൗമുദി ചൂണ്ടിക്കാട്ടിയിരുന്നു എന്ന തലക്കെട്ടോടുകൂടി കേരള കൗമുദിയുടെ സ്പെഷ്യൽ സ്റ്റോറി. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് 250 ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 തസ്തിക അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചതോടെ 100 കണക്കിന് ഫാർമസിസ്റ്റുകൾക്ക് ആശ്വാസം എന്നുള്ള വാർത്തയാണ് നൽകിയിരിക്കുന്നത്. ആദ്യ പേജിൽ താഴെ ഇടതുഭാഗത്തായി ഗുരുധർമ്മ പ്രചാരണ സഭയുടെ ആചാര പരിഷ്കരണ യാത്രാ സംഘം നാളെ എന്ന തലക്കെട്ടോടുകൂടി ഷട്ടൂരി പ്രവേശനം ഉൾപ്പെടെ ക്ഷേത്ര സംബന്ധമായ നിലനിൽക്കുന്ന ചില ആചാരങ്ങൾ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഗുരുധർമ്മ പ്രചാരണ സഭയുടെ ആഭിമുഖ്യത്തിൽ നാളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് ആചാര പരിഷ്കരണ യാത്രാ സംഗമം നടത്തും. ഹൈക്കോടതിയിൽ തലയൂരി ബോബി, മാപ്പ് ഇനി ഒന്നിനും ഞാനില്ലേ എന്നതാണ് ബോബി ചെമ്മണ്ണൂർ ജാമ്യം കിട്ടിയിട്ടും പുറത്തിറങ്ങാത്തതിൽ കോടതി അദ്ദേഹത്തെ താക്കീത് നൽകിയതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് നൽകുന്ന തലക്കെട്ട്. തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ കേരള കൗമുദി നൽകുന്നത് സ്തുതിപാടൽ ഗാനം മുഖ്യമന്ത്രി ആസ്വദിക്കുന്നു, താനാണെങ്കിൽ ഓടി രക്ഷപ്പെട്ടേനെ എന്ന് സതീശൻ. ഇനിയും എന്തൊക്കെ പാടി നടക്കുന്നുണ്ട് സ്തുതിപാഠകർ നമ്മുടെ നാട്ടിൽ എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ കടൽ കരുത്ത് എന്ന തലക്കെട്ടോടുകൂടി ഭാരതം തദ്ദേശീയമായി നിർമ്മിച്ച 2 മുൻനിര കപ്പലുകളും ഒരു അന്തർവാഹിനിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു എന്ന വാർത്തയാണ്. അതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങളും ആദ്യ പേജിൽ വലിയ പ്രാധാന്യത്തോടെ കൊടുക്കുന്നുണ്ട് ജന്മഭൂമി. അതിനോടൊപ്പം ലക്ഷദ്വീപിൽ ബോട്ടിൽ കുടുങ്ങി 54 പേരെ കോസ്റ്റ് ഗാർഡ് രക്ഷിച്ചു എന്ന വാർത്തയും കൂടെയുണ്ട്. ഭക്തർ 6 കോടി കടന്നു, അന്താരാഷ്ട്ര പ്രതിനിധി സംഘം സ്നാനം നടത്തും. മഹാകുംഭമേളയിൽ ആദ്യ 2 ദിവസങ്ങളിൽ മാത്രം സ്നാനം ചെയ്ത 6 കോടിയിലേറെ ഭക്തർ. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ ഇന്നലെ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിലാണ് 6 കോടിയിലധികം ഭക്തർ പുണ്യസ്നാനം നടത്തിയതായി ചൂണ്ടിക്കാണിച്ചത്. തുർക്കിയിൽ നിന്നെത്തി കുങ്കുമം ചാർത്തി മഹാകുംഭ പുണ്യം നുകർന്ന പിന്നാർ. കോടതി കുടഞ്ഞു, ബോബി മാപ്പിരുന്നു എന്നുള്ള തലക്കെട്ടോടുകൂടി ബോബി ചെമ്മണ്ണൂരിനെ കോടതി താക്കീത് നൽകിയ വാർത്തയും നൽകുന്നുണ്ട്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ 5 RSSകാർക്ക് ഇരട്ട ജീവപര്യന്തം, 3 പേർക്ക് ജീവപര്യന്തം എന്നുള്ളതാണ് മറ്റു പ്രധാനപ്പെട്ട വാർത്ത. കാട്ടാക്കട അമ്പലത്തിൻകാലയിലെ CPM പ്രവർത്തകൻ അമ്പലത്തിൻകാല അശോകനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 5 RSS പ്രവർത്തകർക്ക് ഇരട്ട ജീവപര്യന്തവും പിഴയും ശിക്ഷ, 3 പേർക്ക് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ. ആ എല്ലാവരുടെയും ചിത്രവും പിഴയ തുകയുമൊക്കെ വാർത്തയുമായി ബന്ധപ്പെട്ട് ദേശാഭിമാനി ആദ്യം നൽകുന്നുണ്ട്. എന്നും ജനതാൽപര്യത്തിനൊപ്പം വനം നിയമ ഭേദഗതിയില്ല എന്ന തലക്കെട്ടോടുകൂടി വനം ഭേദഗതി നിയമം ഒഴിവാക്കിയ വാർത്ത ദേശാഭിമാനി നൽകുന്നു. എല്ലാ വർഷവും കോൺക്ലേവ് 7 മികവിൻ്റെ കേന്ദ്രം കൂടി. എല്ലാ വർഷവും ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ മികവിൻ്റെ 7 കേന്ദ്രങ്ങൾ കൂടി ആരംഭിക്കാൻ നടപടിയായെന്നും കുസാറ്റിൽ ദ്വിദിന ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവിൻ്റെ സമാപന സമ്മേളനത്തിൽ മന്ത്രി പറഞ്ഞു. ഗാസ സമാധാനത്തിലേക്ക് വെടിനിർത്തൽ കരാർ അംഗീകരിച്ച് ഹമാസും ഇസ്രായേലും എന്ന തലക്കെട്ടോടുകൂടി ഗാസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വാർത്ത. ഗോപൻ സമാധി കല്ലറ തുറന്ന് പരിശോധിക്കാം എന്ന തലക്കെട്ടോടുകൂടി കല്ലറ തുറക്കാൻ ഇനി നിയമ തടസ്സമില്ല എന്നുള്ള വാർത്ത. നാടകം വേണ്ടെന്ന ഹൈക്കോടതി ഇനി വാ തുറക്കില്ല, നിരുപാധികം മാപ്പിലെന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ വാർത്തയ്ക്കും ദേശാഭിമാനി ആദ്യ പേജിൽ വലിയ പ്രാധാന്യം നൽകുന്നു. IC ബാലകൃഷ്ണൻ പ്രതിയായ കേസ് ക്രൈംബ്രാഞ്ചിന് പോകുന്നു എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നുണ്ട് ദേശാഭിമാനി ആദ്യ പേജിൽ തന്നെ. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ ഗാസ ആശ്വാസത്തിലേക്ക് എന്ന തലക്കെട്ടോടുകൂടി ഗാസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് മാതൃഭൂമി ആദ്യ പേജിൽ വലിയ പ്രാധാന്യം നൽകുന്നു. കണക്കുകളും ചിത്രങ്ങളും ഒക്കെ നൽകിയാണ് വാർത്തകൾ നൽകിയിട്ടുള്ളത്. നിയമ ഭേദഗതി സർക്കാർ ഉപേക്ഷിച്ചു, വനനിയമത്തിൽ കീഴടങ്ങി എന്ന തലക്കെട്ടോടുകൂടി വനനിയമം ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കും പ്രാധാന്യമേറെ നൽകുന്നുണ്ട്. വിവാദമായ വ്യവസ്ഥകൾ അതിൽ പറയുന്നുണ്ട്. പിന്മാറ്റത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ മാതൃഭൂമി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം ഭാഗവതത്തിന്റെ സ്വാതന്ത്ര്യ പരാമർശം രാജ്യദ്രോഹത്തിന് തുല്യമെന്ന് കോൺഗ്രസ് എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം. അതിനോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാന മന്ദിരം ഡൽഹിയിലെ ഇന്ദിരാഭവൻ ബുധനാഴ്ച കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സണായ സോണിയാഗാന്ധി ഉദ്ഘാടനം ചെയ്യുന്ന ചിത്രവും മല്ലികാർജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഒപ്പം നിൽക്കുന്ന, അതുപോലെ തന്നെ KC വേണുഗോപാലും ഒപ്പം നിൽക്കുന്ന ചിത്രവും കൂടെയുണ്ട്. കടലോളം കരുത്ത് എന്ന തലക്കെട്ടോടുകൂടി നാവികസേനയുടെ ഇന്ത്യൻ നിർമ്മിത അത്യാധുനിക യുദ്ധക്കപ്പലുകളായ INS സൂറത്ത്, INS നീലഗിരി, അന്തർവാഹിനി INS വാക്ഷീർ എന്നിവ കമ്മീഷൻ ചെയ്യാൻ ബുധനാഴ്ച മുംബൈയിലെ നാവിക
തുറമുഖത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയ വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട്. ബ്രൂവറി അനുവദിച്ച മന്ത്രിസഭ. പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് ബ്രൂവറി അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ. വിവാദ പ്രസ്താവന മെറ്റ മാപ്പ് പറഞ്ഞു. വിവാദ പ്രസ്താവനയെ തുടർന്ന് വിളിച്ചു വരുത്തി വിശദീകരണം തേടാൻ പാർലമെന്ററി സമിതി തീരുമാനിച്ചതിനിടയിൽ സാമൂഹിക മാധ്യമ സ്ഥാപനമായ മെറ്റ മാപ്പ് പറഞ്ഞു. മനഃപൂർവ്വമല്ലാതെ തെറ്റാണ് സംഭവിച്ചതെന്നും മെറ്റ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ശിവനാഥ് തുക്രാൽ പറഞ്ഞു. കാകദൃഷ്ടി എന്ന കാർട്ടൂൺ പരമ്പരയിൽ കോടതിയെ അപമാനിക്കാൻ ഉദ്ദേശിച്ചില്ല. ജാമ്യം എഴുതിച്ചിട്ടും പുറത്തിറങ്ങാത്തതിൽ മാപ്പപേക്ഷിച്ച് ബോബി ചെമ്മണ്ണൂർ. എന്നെ തല്ലേണ്ട, ഞാൻ നന്നായി എന്നുള്ളതാണ് ആ കാർട്ടൂണിന്റെ തലക്കെട്ട്. ദേശീയ ഗെയിംസിലേക്ക് വീണ്ടും ചുവടുവെച്ച് കളരി എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നുണ്ട് മാതൃഭൂമി. അടുത്തത് മാധ്യമമാണ്. മാധ്യമത്തിൽ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ യുദ്ധവിരാമം എന്ന തലക്കെട്ടോടുകൂടി ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്ന മാധ്യമം ആദ്യ പേജിൽ തന്നെ. ഭേദഗതി ഉപേക്ഷിച്ച സർക്കാർ വനനിയമത്തിൽ പിന്നോട്ടടി എന്ന തലക്കെട്ടോടുകൂടി വനനിയമം ഉപേക്ഷിച്ച വാർത്തയ്ക്ക് പ്രാധാന്യമേറെ ആദ്യ പേജിൽ നൽകുന്നു. അടങ്ങാതെ കാട്ടാന കലി എന്ന തലക്കെട്ടോടുകൂടി സരോജിനി അമ്മ കാട്ടാനാക്രമണത്തിൽ മരണപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു മാധ്യമം. നിർമ്മിത ബുദ്ധൻ എന്ന തലക്കെട്ടോടുകൂടിയുള്ള അവരുടെ കാർട്ടൂൺ പരമ്പരയിൽ ബോബി ചെമ്മണ്ണൂർ നിയമത്തിന് മുകളിലോ എന്ന് ഹൈക്കോടതി. കാലയവാരി തൂക്കി എയറിൽ കയറ്റിയിട്ട് ചോദിക്കുന്ന ചോദ്യം കേട്ടില്ലേ എന്നുള്ളതാണ് ആ കാർട്ടൂണിന്റെ തലക്കെട്ട്. മറ്റു വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണും വരെ നന്ദി, നമസ്കാരം.